ഇമാജിൻ ദിസ്. നിങ്ങൾ ആദ്യമായിട്ടൊരു വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. ആ വീടിൻ്റെ ലിവിങ് സ്പേസിൻ്റെ കോർണറിൽ നല്ലൊരു അടിപൊളി ഫിഷ് ടാങ്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വരുന്ന കുഞ്ഞു പിള്ളേർ മുതൽ മുതിർന്നവരിൽ വരെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ആ വീട്ടിലെ എലമെന്റ് ആ ഫിഷ് ടാങ്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യെസ്, വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഫിഷ് ടാങ്ക്സ് ആൻഡ് വൈ യു ഷുഡ് ഹാവ് വൺ. ഒരു ഫിഷ് ടാങ്ക് വീട്ടിൽ വേണമെന്ന് ഇവിടെയുള്ള പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നേക്കാം. എന്നാൽ പലരും ചെയ്യാത്തതിന്റെ പ്രധാന കാരണം, ഒന്ന്, അതിലിടുന്ന മീനുകളെ ടേക്ക് കെയർ ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. രണ്ട്, അതിന് മെയിൻ്റനൻസ് ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു കാര്യമാണെന്നൊരു ധാരണയാണ്. പക്ഷേ ഐ ബീൻ കീപ്പിംഗ് ഫിഷ് ഫോർ മോർ ദാൻ 20+ years, guys, and let me tell you something, it's not that hard. So it is something anybody can do. Everybody can enjoy if you do it the right way. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടിയെന്നും ഞാനിതെങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫിഷ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I will run you through all my fish tanks and hopefully this will give you ideas on how to set up your fish tank. നിങ്ങളുടെ വീടിന് ചേരുന്നതും നിങ്ങളുടെ മനസ്സിന് ചേരുന്നതും ഇതിലേതെങ്കിലും ഒരെണ്ണം കാണാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഐ കീപ് 5 ഫിഷ് ടാങ്ക്സ്. അതിനകത്ത് 2 എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ഫിഷ് ടാങ്ക്സ് ആണ്, 2 പ്ലാന്റഡ് അക്വേറിയംസ് ആണ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് എ യുണീക് നാനോ ടാങ്ക് ഡെഡിക്കേറ്റഡ് ടു ജസ്റ്റ് ക്യാറ്റ് ഫിഷ്. അത് ഫിഷ് ഫനാറ്റിക്സിന് വേണ്ടി മാത്രമുള്ള റെലവൻ്റ് കേട്ടോ. I'll run you through all of that. So welcome to Mari's Fish Room and welcome to the video. Hello again, welcome to Mari's Fish Room. Let's jump straight into the content. നമ്മളിന്ന് 3 കാര്യമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിഷ് ടാങ്ക് വീട്ടിൽ കീപ്പ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, നമ്മൾ നമ്മുടെ 5 ടാങ്കുകൾ കൂടെ കടന്നു പോകുമ്പോൾ ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ഗിവ് യു സം ഐഡിയ. സോ നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് തരും ഓൺ വാട്ട് ക്യാൻ ബി ഡൺ. ഫിഷ് ടാങ്ക് പല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു ഇൻട്രൊഡ്യൂസ് യു ടു സം ഓസം ഫിഷസ്. കുറച്ച് അടിപൊളി മീനുകളെയും കുറച്ച് അടിപൊളി പ്ലാന്റുകളെയും അണ്ടർ വാട്ടർ പ്ലാന്റുകളെയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ആൻഡ് ഫിഷ് കളക്ഷൻ ഈസ് ഇൻസൈൻ. ഞാൻ 20 വർഷത്തിന് മേളിലായി ഫിഷ് കീപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐ ഹാവ് കളക്ടഡ് സം റിയലി ഇൻട്രസ്റ്റിംഗ് കൂൾ ഫിഷസ്. ഓഡ് ബോൾ ഫിഷുകളാണ്, ചിലത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായിരിക്കാം. ഐ ലവ് യു ടു ടേക്ക് യു ത്രൂ ഓൾ ഓഫ് ദാറ്റ്. അപ്പം ലെറ്റ്സ് സീ വാട്ട്സ് ബിഹൈൻഡ് ദ ഗ്ലാസ്. Let me introduce you to our first fish tank. അപ്പോൾ ഇതൊരു 3 feet മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ആണ്. വെറും മോൺസ്റ്റർ ഫിഷ് ടാങ്ക് അല്ല, ഇറ്റ്സ് എ പ്ലാന്റഡ് മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഹോം ടു എ ബ്യൂട്ടിഫുൾ ജർഡീനി. അപ്പോൾ ജർഡീനി അറോവാണയാണത്. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് മെയിനായിട്ടും ബോൾബൈറ്റിസും ജാവ ഫേണും അതുപോലെ കുറേ ഫേൺ പോലത്തെ ഐറ്റങ്ങളാണ്. ഈ ഫേൺ ഐറ്റംസിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ കല്ലിലോ വുഡിലോ ഒക്കെ ഒട്ടിച്ച് വെച്ചാൽ ഇറ്റ് ഗ്രോസ് ലഷ്. അപ്പോൾ ഈ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്ന കുറേയൊക്കെ ഈ ചെടി വലിച്ചെടുത്തോളും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് തന്നെ പറഞ്ഞാൽ, അപ്പോൾ ഇതിന് വെള്ളം എപ്പോഴും സ്ഥിരം മാറുമൊന്നും വേണ്ട. ഇതിനകത്ത് ഉണ്ടാകുന്ന അമോണിയയും ഫിഷ് വേസ്റ്റുകളും എല്ലാം ഈ ചെടി മാക്സിമം പുള്ളി ചെയ്യും. ഫേൺസിൻ്റെ വെള്ളത്തിൽ നിന്നുള്ള ഈ വേസ്റ്റിൻ്റെ എക്സ്ട്രാക്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ അത് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ടാങ്കുമാണിത്. ടാങ്ക് വാട്ടർ ഈസ് ഓൾവേസ് സൂപ്പർ ക്ലീൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇത്രയും ഒരു വലിയ മീനാണ്. അപ്പോൾ അതിന് അത്രയും ബയോലോഡ് ഈ ടാങ്കിനകത്തോട്ട് പോകുന്നുണ്ട്. ബട്ട് സിലി ചെടി ഹെൽപ്സ് ഇറ്റ് ദ മേക്ക് ദ വാട്ടർ സൂപ്പർ ക്ലീൻ. അപ്പോൾ നമ്മൾ നമ്മുടെ അരോണയ്ക്ക് കൊടുക്കുന്ന ഈ ഫുഡാണ് കേട്ടോ. SAG1 എന്ന് പറയും. ഒരു പ്രീമിയം ഫുഡാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ സിംഗപ്പൂർ ബേസ്ഡ് ബ്രാൻഡ്. നല്ലൊരു ചെറിയൊരു പെല്ലറ്റും അതിൻ്റെ കൂടെ ഒരു സ്പൂണും എല്ലാം തരുന്നുണ്ട്. either way our ജർഡീനി ലവ്സ് ദിസ് ഫുഡ്. അപ്പം വളരെ ഈസി ടു മെയിൻറ്റെയിൻ. സാധാരണ പ്രെഡേറ്ററി ഫിഷ് ആകുമ്പോൾ അതിന് മീനെ മേടിച്ച് കൊടുക്കണം, ചെറിയ മീനുകളെ ഇട്ട് കൊടുക്കണം, അങ്ങനെ കുറേ ടാസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇഫ് യു ട്രെയിൻ യുവർ ഫിഷ് ടു ഈറ്റ് പെല്ലറ്റ്സ്, കാർണിവോർ പെല്ലറ്റ്സ് ആണ്, അതിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്തുണ്ട്. യു വിൽ ഗെറ്റ് എ ഹെൽത്തി ഫിഷ് ലൈക്ക് ദിസ്. കണ്ട, അടുത്ത പെല്ലറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കക്ഷി. സോ അതാണ് സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഇൻ കീപ്പിംഗ് എ മോൺസ്റ്റർ ഫിഷ് ടാങ്ക്. യു വിൽ ഗെറ്റ് എ മച്ച് മോർ പേഴ്സണബിൾ ഫിഷ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലൊരു ടാങ്ക് വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പാക്ട്ഫുൾ അക്വേറിയം ആയിരിക്കും. ഒരു ലാർജ് ഫിഷ് ഇൻ എ പീസ്ഫുൾ ഒരു നേച്ചറസ് ജംഗിൾ പോലെ ആയിരിക്കും ആ ടാങ്കിന്റെ സെറ്റപ്പ്. കാണുന്ന എല്ലാവരും വാവ് ഇത് കൊള്ളാലോ. പിന്നെ ആ മീൻ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ആഡ്സ് ഓൺ ടു ദാറ്റ് എഫക്ട്. ആൻഡ് ആ മീനിന്റെ സ്വിമ്മിങ് ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് കേട്ടോ. ഇറ്റ്സ് സോ പീസ്ഫുൾ ടു വാച്ച്. പക്ഷെ അതിന് ഫുഡ് കൊടുക്കുമ്പോൾ ഇറ്റ് ടേൺസ് ഇൻ ടു സൂപ്പർ കാർണിവോർ as well. അപ്പം ഐ തിങ്ക് ഇതൊരു നല്ലൊരു സെഗ്വേ ആണ് നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് എന്തുകൊണ്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പം ഇതുപോലൊരു പീസ്ഫുൾ സ്വിമ്മിങ് ബിഹേവിയറും ആ ഒരു നേച്ചറിന്റെ ഒരു സ്ലൈസും നിങ്ങളുടെ ലിവിംഗ് സ്പേസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഓക്കെ, അത് അങ്ങനെ പറയുന്നതിൽ നല്ലത് നമ്മൾ ചില ആശുപത്രികളിൽ, അതായത് ഡെന്റിസ്റ്റുകളിലും ഫിസിഷ്യന്റെ ഒക്കെ അടുത്ത് പോകുമ്പം അവിടെ ഈ കുളങ്ങളും ഫിഷ് ടാങ്കുകളും ഒക്കെ നമ്മളുള്ളതായി ശ്രദ്ധിച്ചേക്കാം. അതിന്റെ ഒരു ലോജിക്കൽ റീസൺ ഉണ്ട്, സയന്റിഫിക് റീസൺ ഉണ്ട് അതിന്റെ പിന്നിൽ. സ്റ്റഡീസ് have proven that ഫിഷ് സ്വിം ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുമ്പോൾ, വാട്ടർ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇതെല്ലാം ഒരു സീനറി, ഒരു നേച്ചറസ്ക്, ഒരു കാട്ടിൽ പോയൊരു സെൻസേഷൻ മനുഷ്യന്റെ ബ്രെയിനിന് സിഗ്നൽ ചെയ്യുന്നതാണ്. അത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി സ്ട്രെസ് ഇൻ പീപ്പിൾ. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാൻ there's no better thing. It helps to calm down people. Imagine that. Like നമ്മുടെ ലിവിംഗ് സ്പേസിലാണ് നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് കാം ആയിട്ട് ഇരിക്കേണ്ടത്. And fish tank can do it. Yeah. No better way to describe that. Okay, time to check out our second tank. അപ്പോൾ ഈ സെക്കൻഡ് ടാങ്കിന്റെ പുറകെ കാണുന്ന ഈ ടാങ്ക് ആണ്. ഇറ്റ്സ് എ 2 feet low-tech planted aquarium. സെക്കൻഡ് ടാങ്ക് ഇസ് ആക്ച്വലി മൈ മോസ്റ്റ് ഫേവറേറ്റ് ടാങ്ക് ഇൻ ദ ഫിഷ് റൂം. കാര്യം മറ്റൊന്നുമല്ല, ഇത് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിലുള്ളൊരു തോടിനെ ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ അവിടെ കാണുന്ന ഒരു പാറക്കെട്ട് സ്ട്രക്ചറിനെയാണ് ഞാൻ ഇതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അതുമായിട്ട് പ്രപ്പോർഷൻ വരുന്ന പോലത്തെ ചെറിയ ഇലയുള്ള ചെടികളും എല്ലാം ഉപയോഗിച്ച് മൊത്തത്തിലൊരു പാറ ഇടുക്കാണ് ഇതിനകത്ത് ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വൺ തിങ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മീനുകൾ കൂടുതലും സൗത്ത് അമേരിക്കൻ ആമസോണിയൻ ഫിഷുകളാണ്. ഈ ഒത്തിരി കുറേ ടൈപ്പ് മീനുകളുണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് ഓഡ് ബോൾ ഫിഷുകൾ ഹിയർ ആൻഡ് ദെയർ ഉണ്ട്. സം ഓഫ് ദം റിയലി യുണീക്ക്. പ്ലസ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന പ്ലാന്റ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വെരി ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് പ്ലാന്റ്സ്. ഈ ഞാൻ ലോടെക് അക്വേറിയം ആണെന്ന് ഞാൻ പറഞ്ഞു. ലോടെക് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സാധനമേ ഉള്ളൂ, നമ്മൾ അഡീഷണൽ ആയിട്ട് CO2 കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾക്ക് ഓക്സിജൻ ശ്വസിക്കുന്ന പോലെ പ്ലാന്റുകൾക്ക് ഫുഡ് പ്രോസസ്സ് ചെയ്യണമല്ല, അതിന് CO2 വേണം. അപ്പം CO2 കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ടർബോ ചാർജ് ആയ പോലെ പടയെന്ന് വളരും. അപ്പം ഇതിനകത്ത് അത് കൊടുത്തിട്ടില്ല. CO2 വേണ്ടാത്ത കുറച്ച് ലോടെക് പ്ലാന്റ്സുകൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നല്ലൊരു പവർഫുൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ റെഡ് പ്ലാന്റ്സും എല്ലാം ഓക്കെ ആയിട്ട് തന്നെ പോകുന്നു. പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഫിഷ് ടാങ്ക്. ഓണസ്റ്റ്ലി ഇതാണ് ഇപ്പോൾ എൻ്റെ ഫിഷ് ടാങ്ക് ഹോബിയിലെ ഞാൻ കീപ്പ് ചെയ്യുന്ന ടാങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടാങ്ക്. ഐ വിൽ ഷോ യു ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ. അപ്പോൾ ഈ ടാങ്കിലെ സെൻറ്റർ പീസ് ഫിഷിനെ തന്നെ ഞങ്ങൾ ആദ്യമേ അങ്ങ് പരിചയപ്പെടുത്തിയേക്കാം. ദിസ് ഇസ് കോൾഡ് ആൻ അപ്പിസ്റ്റോഗ്രാമ മക്മാസറായി. അപ്പോൾ അപ്പിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്വാർഫ് സിക്ലിഡാണ്. അത് 2 ഇഞ്ച് 3 ഇഞ്ച് സൈസേ വെക്കുള്ളൂ. ബട്ട് ഇംപ്രസീവ് കളേഴ്സ്. അപ്പം ഇതിനെന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ടാങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം, സിൻസ് ദിസ് ഇസ് എ സ്മോൾ ഫിഷ്. ബട്ട് ഓസം കളേഴ്സ് ആൻഡ് ഇറ്റ്സ് വെരി പീസ്ഫുൾ. അപ്പോൾ ഒരു ഓസം സെൻറ്റർ പീസ് ഫിഷ് തന്നെയാണ് ദിസ് അപ്പിസ്റ്റോ. പിന്നെ സെക്കൻഡ് ഈസ് ദ മോസ്റ്റ് കളർഫുൾ ഫിഷ്. അപ്പോൾ ഇവനാണ് കാർഡിനൽ ടെട്ര. ആ ബ്ലൂ ലൈനും റെഡ് ലൈനും ഒക്കെ ആയിട്ട് നല്ലൊരു ഓസം സ്കൂളിംഗ് ഡെതർ ഫിഷ് ആണ്. അപ്പോൾ നമ്മുടെ ഈ കക്ഷിയും ആമസോൺ റിവർ ബേസിനിൽ നിന്നുള്ളതാണ് കേട്ടോ. അവിടുത്തെ കുറേ ട്രൈബൽസിൻ്റെ ഒക്കെ ഉപജീവന മാർഗ്ഗമാണ് ഇതിനെ പിടിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ലക്ഷക്കണക്കിനാണ് ഇത് ബ്രീഡ് ചെയ്ത് അതിനകത്ത് ഓരോ സീസണിൽ, റെയിനി സീസണിലാകുമ്പോൾ ഉണ്ടായി വരുന്നത്. അതിനെ കളക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അവരുടെ മെയിൻ വരുമാനം. പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് എ 24 കാരറ്റ് ഗോൾഡ് ഗപ്പി. അപ്പം ഇതിനെ നമുക്കൊരു കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനകത്തൊരു വൈൽഡ് ഗപ്പി പോലെ ഒരു ഗപ്പിയും കൂടെ ഉണ്ട്. ഇതേ നടക്കുന്നത് കാണാം. അതെങ്ങനെ ഈ ടാങ്കിൽ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിഷ്. ഈ ടാങ്കിനകത്ത് ഓൺ സ്റ്റെറോയിഡ്സ് പോലെ ഭയങ്കര വിഗിൾ ചെയ്ത് ഫുൾ ജെറ്റ് ഇട്ട പോലെ നടക്കുന്നൊരു കക്ഷിയാണ് ഈ നമ്മുടെ 24 കാരറ്റ് ഗോൾഡ് ഗപ്പി. പിന്നെയാണൊരു വെറൈറ്റി ഐറ്റം. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു ആലിഗേറ്റർ ഗാറാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ദിസ് ഇസ് എ പ്ലാറ്റിനം ഹാഫ് പീക്ക്. അപ്പം ആലിഗേറ്റർ ഗാർ ഫിഷ് അല്ലെ കോലാൻ്റെ ഒക്കെ ഫാമിലിയിൽ വരുന്നൊരു കക്ഷിയാണിത്. ബട്ട് ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റിനം കളർ, ഒരു യെല്ലോ ടെയിൽ, റെഡ് ഫിൻസ്, ഒരു
കിട്ടില്ലൻ ഫിഷാണ് കേട്ടോ. ഇവന് ചെറിയ സാധനങ്ങളൊക്കെ കിട്ടിയാൽ അടിക്കും, പക്ഷേ ദിസ് ഫിഷ് ഇസ് റിയലി സ്മോൾ. പിന്നെ അക്വേറിയത്തിൻ്റെ മേൾഭാഗത്തെ ഇത് എപ്പോഴും നിൽക്കുകയുള്ളൂ. അപ്പോൾ താഴെ നിൽക്കുന്ന ജീവികളൊക്കെ സേഫ് ആയിരിക്കും. അപ്പോൾ ഷ്രിമ്പിൻ്റെ കുഞ്ഞിനെയൊക്കെ കഴിച്ചു എന്നൊക്കെ ഇരിക്കും മേളിൽ പോകുമ്പം, അല്ലാതെ താഴെ പോയി ഇവനങ്ങനെ ഹണ്ട് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ നല്ല രസം കേട്ടോ. ഇത് നല്ല, നമ്മളിതിനെ കുറച്ചുകൂടെ മേടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നമ്മളിതിൻ്റെ പുറകെ ഇടാനും പ്ലാനുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ റെഡ് ഫിഷുകളാണ് ആംബർ ടെട്ര. അപ്പോൾ ആംബർ ടെട്ര ഈസ് അനദർ ഫിഷ് ദാറ്റ് ഈസ് ഫ്രം ആമസോൺ. അപ്പോൾ ആമസോൺ നദിയിൽ ഇങ്ങനെ കുറേ ടെട്ര സ്പീഷീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ബാർബുകളാണ് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത്, പക്ഷേ ആമസോണിൽ കൂടുതലും ടെട്രാസ് ആണെന്ന് തോന്നുന്നു, ഇതുപോലെ ചെറിയ ഫിഷായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ആംബർ ടെട്രയും കുറേ ഗ്രീൻ നിയോൺ ടെട്രൈസിനെയാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പിന്നൊരു വെറൈറ്റി ഐറ്റമാണ്, ദിസ് ഇസ് കോൾഡ് എ റോക്കറ്റ് കില്ലി ഫിഷ്. അപ്പോൾ അതിൻ്റെ വാല തീ പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി അതിൻ്റെ റോക്കറ്റ് കില്ലി ഫിഷ് എന്തുകൊണ്ടാണ് പേര് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ റോക്കറ്റിൻ്റെ ഒക്കെ പുറകെ തീ വരുന്ന പോലെയാണ് അതിൻ്റെ വാലയിലെ പാറ്റേൺ. ഭയങ്കര ഒരു പീസ്ഫുൾ കില്ലി ഫിഷ് ഇതാണ്. നമ്മുടെ നാട്ടിലെ ഒരു നെറ്റിയപ്പോട്ടൻ്റെ ഒക്കെ ഫാമിലി പെട്ടേക്കുന്ന ഒരു മീനാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്ന ഈ ഐറ്റമാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫിഷ്, ഗാലക്സി റാസ്ബോറ അല്ലെ സെലസ്റ്റിയൽ പേൾ ഡാനിയോ CPD. അപ്പോൾ ഇവനെ കണ്ട ഒരു വലിയ ട്രൗട്ടിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ പോലാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും, അതിൻ്റെ മേത്തുള്ള റെഡ് കളറും ഗോൾഡൻ സ്പോട്ട്സും. ഇതിനെ ഈ ഭംഗിയുടെ കാര്യത്തിൽ ഇതിനെ കമ്പീറ്റ് ചെയ്യാൻ വേറെ ഒറ്റ മീനെ ഞാൻ ഒരു നാനോ ഫിഷ് സ്പേസിൽ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ക്ലീനപ്പ് ക്രൂവിലെ ഒരു പ്രധാന കക്ഷിയാണിത് ഇന്ന് പണിയെടുക്കുന്നത്. ഇറ്റ്സ് എൻ അൽബൈനോ ബ്രിസിൽനോസ് പ്ലക്കോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചുമ്മാ സക്കർ ഫിഷ് അല്ല ഇവൻ. ഇതെന്ന് പറഞ്ഞാൽ അധികം വലുതാകത്തൊന്നുമില്ല, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്നും ഇത് വലുതാകുകയല്ല. നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന സക്കർ ഫിഷൊക്കെ കണ്ടമാനം വലുതാവും, പക്ഷേ ഇത് വളരെ ചെറുതായിട്ട് തന്നെ നിൽക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലീനർ. ഇപ്പോൾ ഈ കാണുന്ന സാധനമാണ് ഇറ്റ്സ് എ ഫോൾ സീബ്ര പ്ലക്കോ. അപ്പം L397 എന്നാണ് ഇതിൻ്റെ ഒരു നമ്പർ. ഈ പ്ലക്കോകൾക്കെല്ലാം ഇങ്ങനെ നമ്പറുണ്ട് കേട്ടോ. അതിൻ്റെ ആ പാറ്റേൺ തന്നെ കണ്ടല്ലോ, ഒരു സീബ്രാനെ പോലെ ബ്ലാക്ക് കൂടെ വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈഗർ പോലെയാണ് നിൽക്കുന്നത്. ഇവൻ അത്രയും ആൽഗെ തിന്നുന്നതിൽ വലിയ മുമ്പിലല്ല ബ്രസിൽനോസിൻ്റെ അത്രയൊന്നും, പക്ഷേ ഇതിനെ കാണാൻ നല്ല രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബിഹേവിയറുമാണ്. അപ്പോൾ നമ്മുടെ ഈ 2 പ്ലക്കോയും ആമസോൺ നദിയിൽ നിന്ന് തന്നെ ഉള്ളതാണ് കേട്ടോ. ഒരു സിംഗു റിവർ എന്ന് പറയുന്ന റിവറിൽ നിന്നാണ് ഇവർ. പിന്നെ ഒരു ഓണറി മെൻഷൻ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എങ്ങനെയോ വന്ന് പെട്ട ഒരു ആൽബൈനോ നിയോൺ ടെട്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ എവരിവൺ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗീവ് യു എ സെക്കൻഡ് ഗുഡ് റീസൺ നിങ്ങളൊരു ഫിഷ് ടാങ്ക് മേടിക്കാനായിട്ട്. ഐ വുഡ് സേ ഫിഷ് ടാങ്കും അതിനകത്ത് ഇൻഹാബിറ്റ് ചെയ്യുന്ന ഈ പെറ്റ്സിനെ കീപ്പ് ചെയ്യുമ്പോഴത്തേന് ചുമതിന് പഠിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്, ഹൗ എക്കോസിസ്റ്റംസ് വർക്ക്, ഒരു സാധനമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എങ്ങനെ, എന്തിൻ്റെ കൂടെ എന്തിനെ ഇടാം, ചെടികൾക്ക് ആവശ്യമായ എന്താ, ഇതിനകത്ത് ഒത്തിരി ഡയമെൻഷൻ വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. അറിവുണ്ടാകാൻ വേണ്ടി ബയോളജിയെ പറ്റി, ജീവജാലങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ എല്ലാം വളരെ ഒരു നല്ല ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ് കീപ്പിംഗ് ഇൻ അക്വേറിയം. ആൻഡ് ഇഫ് സംതിങ് ഗോസ് ബാഡ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് അനദർ ലെസൺ ലേൺഡ്. അപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ പഠിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചത്തുപോവോ ഒക്കെ സംഭവിച്ചാൽ അത് എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് ബേസിക്കലി വി ആർ പ്രൊവൈഡിങ് ദ സൺ, വി ആർ പ്രൊവൈഡിങ് ദ വാട്ടർ, ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ, ഫിഷിന് ആവശ്യമുള്ള തീറ്റ, വാട്ടർ ചേഞ്ചുകളെല്ലാം കൊടുത്ത് നമ്മളാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. യു വിൽ സ്റ്റാർട്ട് ടു ഡെവലപ്പ് എ ഗുഡ് അപ്രീസിയേഷൻ ഫോർ ദി എക്കോസിസ്റ്റംസ് അറൗണ്ട് യു. അപ്പം ഇത് മാത്രമല്ല, നമ്മളുടെ തോട്ടിലും മാറ്റിലും നമ്മൾ ചുമ്മാ പോകുമ്പോൾ കാണുന്ന സാധനങ്ങളെല്ലാം കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കും when you start keeping fish. ഓക്കെ, ഫിഷ് ടാങ്ക് മേടിക്കാൻ ഒരു കാരണം കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഈ ഫിഷ് റൂമിൽ ഏറ്റവും വലിയ ആളെയും കൂടെ ഒന്ന് പരിചയപ്പെടേണ്ടതാണ്. ലിറ്ററലി ദിസ് ഈസ് ദ ബിഗസ്റ്റ് ഫിഷ് ഐ കീപ്പ് ഇൻ മൈ ഫിഷ് റൂം. ഇതും ഒരു അരോണയാണ് കേട്ടോ. പക്ഷെ നമ്മൾ മറ്റേ കണ്ട അരോണയെ പോലല്ല, ഇത് വേറൊരു ടൈപ്പ് അരോണയാണ്. ഇത് ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ സദേൺ ബിറ്റ്സ് ഓഫ് ഓസ്ട്രേലിയയുടെ സെൻട്രൽ ക്യൂൻസ്ലൻഡ് ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളൊരു മീനാണ്. ഇത് ഏഷ്യൻ സൈഡിലോട്ട് പോയാൽ കിട്ടുകയില്ല. പക്ഷേ ഇത് നല്ലപോലെ വലുതാകും. മറ്റേ ഈ ജർഡീനിയെക്കാട്ടിലും നീളം വെക്കും. സിൽവർ അരോണയെ പോലെ കുറച്ചുകൂടെ സാമ്യമുള്ളൊരു മീനാണ്. കുറച്ചുകൂടെ എലോങ്ങേറ്റഡ് ഫിഷാണ്, അത്രയും വണ്ണമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഈസ് എൻ ഓസം ഫിഷ്.
അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന മോൺസ്റ്റർ ഫിഷ് കക്ഷിയാണ് കേട്ടോ. ഞാൻ ഈ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ പണ്ടത്തെ വീഡിയോ ഞങ്ങളെ കാണിച്ചു തരാം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിഷ്. അപ്പോൾ അവിടുന്ന് ആ ടാങ്ക് എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ അറിയണമെങ്കിൽ ഡു എ കമ്പാരിസൺ. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഈ ചില മീനുകളെ നോക്കാൻ പാടാണ്. ഇപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഞാൻ പറയണമല്ലോ, ഇതിനകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ പുള്ളി അലമ്പാക്കും. അപ്പോൾ ഇത് മറ്റേ ടാങ്ക് ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇതിനകത്ത് പ്ലാന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടാങ്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലാത്തൊരു ടാങ്കാണിത്. അപ്പോൾ ഇവൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ സരട്ടോഗ ലൈക്കാർട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് സരട്ടോഗ ജർഡീനി, ഇത് സരട്ടോഗ ലൈക്കാർട്ടി. അപ്പോൾ രണ്ടും അറോണയുടെ ഒരു 2 വെറൈറ്റിയാണ്, ഓസ്ട്രേലിയൻ സൈഡിലുള്ളതാണ്. അപ്പം ഇതിനെ കണ്ടറിയാം, ഇതിന് കുറച്ചുകൂടെ നല്ല സിൽവർ കളറും അതിൻ്റെ ഓരോ സെതുമ്പലിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു റെഡ് പാറ്റേണും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഫ്ലാഗ് ടെയിൽ ഫിഷ് ഉണ്ട്. അതിനെ ഇട്ട് ഓടിക്കുന്ന അതിൻ്റെ ഒരു മെയിൻ വിനോദമാണ്. കണ്ട ഫിൽറ്ററൊക്കെ മറിച്ചിട്ടേക്കാണ്. ഫ്ലാഗ് ടെയിൽ അവിടെ പമ്മിയിരിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ഐഡിയ ആണിത്. നമ്മുടെ വ്യൂവേഴ്സിൽ പലർക്കും ഓൾറെഡി വീട്ടിൽ നല്ലൊരു അടിപൊളി അക്വേറിയമോ ഫിഷ് പോണ്ടോ ഇല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ഫിഷ് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഐ വുഡ് ആബ്സല്യൂട്ട്ലി ലവ് ടു സീ ദം. സോ ഹിയർസ് ദ ഡീൽ. അപ്പം നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ പാർട്ടാകാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മളിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന്. ഇതിന് ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലെ ആ കിട്ടലൻ അക്വേറിയത്തിൻ്റെയോ പോണ്ടിൻ്റെയോ മോൺസ്റ്റർ ഫിഷ് ടാങ്കിൻ്റെയോ ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ, കീപ്പ് ഇൻ മൈൻഡ് ഹൈ ക്വാളിറ്റി വീഡിയോ ആയിരിക്കണം, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഡയറക്റ്റ് DM ചെയ്യുക. കീപ്പിംഗ് ഫിഷ് വിത്ത് മാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോട്ട് DM ചെയ്യുക. അപ്പം അതിൽ നിന്ന് നമ്മൾ കുറച്ച് നല്ല വീഡിയോകളെ സെലക്ട് ചെയ്ത് അടുത്ത എപ്പിസോഡ് നമ്മൾ ഫീച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളൊരു ഫുൾ റിവ്യൂ നിങ്ങളുടെ ടാങ്കിനെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ സെലക്ഷൻ പ്രോസസ്സിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇത്ര മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ടാങ്ക് വെല്ലിട്ടായിരിക്കണം, വീഡിയോ ഹൈ ക്വാളിറ്റി ആയിരിക്കണം. നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ടാങ്കിൻ്റെ എല്ലാ എലമെൻറ്റ്സും കൊണ്ടുവരാൻ നോക്കണം. അതായത് നിങ്ങളുടെ നാനോ ഫിഷ് ടാങ്ക് ആണെങ്കിലും മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ആണെങ്കിലും പോണ്ട് ആണെങ്കിലും അതിന് മാക്സിമം എലമെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ ചാനലിൽ കൂടെ കാണിക്കും, ബാക്കി നമ്മുടെ വ്യൂവേഴ്സിലും കൂടെ എത്തിക്കാനുള്ളതാണ്. അപ്പം മാക്സിമം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ വീഡിയോയിൽ. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ വാട്ട് യു ഗൈസ് ഹാവ്. അപ്പം നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ അയച്ചാലും ഒന്നും നോക്കണ്ട. എന്നിട്ട് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരാ എന്താണെന്ന് അറിയുകയും കൂടെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ചാനലിൽ അത് നോക്കി കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫിഷ് ടാങ്ക് റിവ്യൂ എന്ന്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളാണ് അവിടെ അത് അയച്ചേക്കുന്നതെന്ന്. അപ്പം ഡെഫിനറ്റ്ലി ഡു ദാറ്റ് ആൻഡ് സെൻഡ് ത്രൂ ദ വീഡിയോസ്. ഓക്കെ, സോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ലെറ്റ്സ് ഗെറ്റ് ടു ടാങ്ക് നമ്പർ 4. ദിസ് ഈസ് അവർ ഹൈടെക് അക്വേറിയം. ഹൈടെക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ ചെടികളുടെയൊക്കെ ലഷ്ണസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. ഒരു വളർന്നൊരു കൊടുങ്കാട് പോലെയാണ് നിൽക്കുന്നത്. പിന്നെ പുറകിലത്തെ ചെടികളും. ഐ വിൽ ഷോ ദിസ് ഇൻ ക്ലോസ് അപ്പ്. ഓക്കെ, ഇതും ഒരു 2 feet ടാങ്കാണ്. 2 feet ലെങ്ത്തും ഹൈറ്റ് കൂടുതലുണ്ട്. ഇത് 35ഓളം ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 35 സെൻറ്റിമീറ്ററോളം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മോറഡോർ റോക്കുകളും പിന്നെ ഒരു ഇച്ചിരി മലേഷ്യൻ ഡ്രിഫ്റ്റ് വുഡാന്ന് തോന്നുന്നു, അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. ഇതിന് പ്ലാന്റ്സിൻ്റെ ഒരു മേളയാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന കൂടുതൽ ഒരു ഏഷ്യൻ അല്ലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മീനുകളെയാണ്. ഇതൊക്കെ ഈ ഗൗരാമിയൊക്കെ കണ്ട നല്ല മഞ്ഞ നിറമുള്ള അതൊക്കെ നല്ല ഇന്ത്യൻ മീനാണ്. അപ്പോൾ അടുത്ത ഈ ക്വിക്ക് ഫീച്ചർ നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് ലവേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ റൊട്ടേല ബ്ലഡ് റെഡും റൊട്ടേല ഹെഡ് സ്റ്റാറുമാണ്. പിന്നെ അതുപോലെ തന്നെ ആ വുഡയിൽ നമ്മൾ അനൂബിയാസ് നാന പെറ്റീറ്റ് കയറ്റി വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു അനൂബിയാസ് നാന പിൻറ്റോയും ഒരു റയർ അനൂബിയാസ് ആണിത്. പിന്നെ നമുക്കൊരു നല്ല അടിപൊളി മൈക്രോ ജാവ ഫേൺ താഴെ അതിൻ്റെ ഗ്രോ ചെയ്ത് നിൽക്കുന്ന കാണാം. പിന്നെ ഒരു മിനി ബൾബൈറ്റിസ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഐഡിയ എനിക്ക് ഉറപ്പില്ല. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബ്ലൂസഫിലാൻഡ്ര ഫാൻഡോറ ക്വീൻ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് പേരറിയത്തില്ലാത്ത വേറൊരു ബ്ലൂസഫിലാൻഡ്ര. ബ്ലൂസ് ഇസ് ബ്യൂട്ടിഫുൾ.
പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഹൈഡ്രോഫില്ല പിനാറ്റിഫീഡ വളർന്നു നിൽക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ട് മേളിൽ ഹൈഡ്രോകോട്ടിൽ ട്രിപ്പാർട്ടീറ്റ വളർന്നു നിൽക്കുന്നത് കാണാം. എച്ച് ഫണി നെയിം. ഇനി നമുക്ക് ഇതിനകത്ത് മീനുകളെ പരിചയപ്പെടാൻ കേട്ടോ. നമ്മുടെ സെൻട്രൽ പീസ് ഫിഷായിട്ട് 2 ഹണി ഗൗരാമികളാണ്, 2 ബ്യൂട്ടിഫുൾ യെല്ലോ ഫിഷസ്. അപ്പോൾ ഇവന്മാർ നമ്മുടെ ബ്രഹ്മപുത്ര ബേസിനിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഒറിജിൻ മീനാണ്. പക്ഷേ അതിൻ്റെ കളർ കണ്ടില്ല, നല്ല കിട്ടിലോസ്കി സാധനമാണ്. ഇതിൻ്റെ വൈൽഡ് സ്പീഷീസിന് ഇത്രയും കളറില്ല, പക്ഷേ ഇവന്മാരെ ബ്രീഡ് ചെയ്തെടുത്തേക്കുന്ന ഒരു കളർ വെറൈറ്റിയാണ് ഈ ഹണി ഗൗരാമി എന്ന് പറയുന്നത്. എന്നാണ് നല്ല രസമാണ് കേട്ടോ. അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കടി ഉണ്ടാക്കുന്നതും സ്പാർ ചെയ്യുന്നതും തമ്മിൽ ആ ടാങ്കിനെ മൊത്തത്തിൽ ലൈവ്ലി ആക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ ടൈപ്പ് ഏഷ്യൻ ഡദർ ഫിഷുകളെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മേളിൽ കൂടി തുരുതുരാന്നോടി നടക്കുന്നത്. അപ്പോൾ അതിനകത്തെ മെയിൻ ഐറ്റം ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒരു യുണീക്ക് സാധനമാണ് ഗ്ലോ ലൈറ്റ് ടാനിയോ. അങ്ങനെ അധികം കാണാൻ കിട്ടുകയില്ല. നമ്മുടെ ആറ്റിലും തോട്ടിലുള്ള വെളിഞ്ഞിലിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു കക്ഷിയാണ്. പക്ഷേ നല്ല ഓറഞ്ച് ഗ്ലോ ചെയ്യുന്ന ലൈറ്റ് കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഭംഗി. അത് ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ നീണ്ട വാലുള്ള ഈ കക്ഷിയാണ് ത്രെഡ് ഫിൻ റെയിൻബോ ഫിഷ്. അത് നോർത്തേൺ ഓസ്ട്രേലിയയിലും പപ്പുവ ന്യൂ ഗിനിയയിലും കാണുന്ന ഒരു തരം ഒരു മീനാണ്. അതിൻ്റെ ആ സ്ഥലത്തിന് വേണ്ടി മാത്രം എൻഡമിക് ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഫിന്നൊക്കെ വിടർത്തി നിന്ന് അടി ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫിഷ്. പിന്നെ നമ്മൾ കാണുന്നത് വീണ്ടും എൻ്റെ ഫേവറേറ്റ് ഫിഷാണ്. ഈ ടാങ്ക് വീട്ടിലെ ശരിയാകുമല്ലോ. ദിസ് ഇസ് എ സെലസ്റ്റിയൽ പേൾ ഡാനിയോ അല്ലെ ഗാലക്സി റാസ്പോറ. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ നൈസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ പുള്ളി ബ്യൂട്ടിഫുള്ളായിട്ട് സ്വിം ചെയ്ത് നടക്കുന്നു. ഇതൊരു 6 എണ്ണം ഉണ്ട് കേട്ടോ ഈ ടാങ്കിനകത്ത്. പിന്നെ പുറകെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഹെലികോപ്റ്റർ പോലെ നിൽക്കുന്ന കക്ഷിയില്ല, അതാണ് പിഗ്മി കൊറിഡോറ. അതൊരു മൈക്രോ ക്യാറ്റ് ഫിഷാണ്. വേൾഡിലെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ക്യാറ്റ് ഫിഷിൽ ഒരെണ്ണമാണിത്. അതിങ്ങനെ നീന്തി പോകുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു മീനുമായിട്ട് ഒരു കുഴപ്പമില്ല, ഭയങ്കര പീസ്ഫുൾ ഫിഷ്. ഇങ്ങനെ ഇലയിലും ഒക്കെയുള്ള സാധനങ്ങളെ പോയി കഴിച്ചിട്ട് ഇങ്ങനെ ഇലയുടെ മണ്ടയിൽ പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ നല്ല രസമുള്ളൊരു മീനാണ് കേട്ടോ ഈ ടാങ്കിൽ. അത് പിന്നതേ ഒരു റെഡ് ചെറി ഷ്രിംപ് ഇരിക്കുന്നുണ്ടോ. ഇത് ഒരെണ്ണമല്ല, ഇതിനകത്ത് 100 കണക്കിനുണ്ട്. എവിടെ തപ്പിയാലും എവിടെയെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരെണ്ണത്തിൻ്റെ തലയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് പെറ്റുവരിക ഒരു ലോഡായിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അടിപൊളി ക്ലീനപ്പറുമാണ് കേട്ടോ ഈ ഷ്രിമ്പുകൾ. അന്നേരം നമ്മുടെ പായലൊക്കെ ഇങ്ങനെ പെറുക്കി തിന്നുന്നത് നിങ്ങൾ കണ്ടോ. പിന്നെ ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ദിസ് ഈസ് എ ടൈഗർ പ്ലക്കോ L397. അപ്പോൾ നമ്മൾ സീബ്രാനെ കണ്ട പോലത്തെ ഒരു വെറൈറ്റിയാണിത്. ദിസ് ഈസ് എ ടൈഗർ പ്ലക്കോ. ഇതിന് ആൽഗെ ക്ലീനപ്പിന് അത്രയും പുള്ളി അങ്ങ് പോരെങ്കിലും ഇത് വുഡൊക്കെ ചോമ്പ് ചെയ്താണ് തിന്നുകൊണ്ട് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധാരണ ഫുഡും കഴിക്കും. പക്ഷേ അതിൻ്റെ കളറും ആ പാറ്റേണും ഒക്കെ തന്നെയാണ് അതിനെ യൂണീക്ക് ആക്കുന്നത്. ഒബ്സർവ് ചെയ്യാൻ നല്ല രസം, നല്ലൊരു പറപ്പ നടക്കുന്ന പോലെയാണ് അതിനകത്തൂടെ പുള്ളി ഇങ്ങനെ ചാടിപ്പാറി നടക്കുന്നത്. യാ, so that is a tiger pleco. നമ്മുടെ അവസാനത്തെ ടാങ്കിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അക്വേറിയം മേടിക്കാനായിട്ട് ഞാൻ ഒരു കാരണം കൂടെ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളുടെ ഈ ലിവിംഗ് റൂമിൻ്റെ ഇൻറ്റീരിയർ സ്പേസിന് ഒരു എലമെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റോ ക്യൂരിയോസിറ്റി ഇല്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇങ്ങനൊരു 50 പൊളി പ്ലാന്റഡ് അക്വേറിയം നിങ്ങളുടെ വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എസ്തെറ്റിക്കലി നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷ്വൽ എലമെന്റ് തന്നെ ആയിരിക്കും ആ ഫിഷ് ടാങ്ക്. അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാക്കി എന്തൊക്കെ ഡെക്കോറോ എന്തൊക്കെ വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഒരു ലിവിങ് ബ്രീത്തിങ് എക്കോസിസ്റ്റം നിങ്ങളുടെ ഒരു ലിവിങ് സ്പേസിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് ഇറ്റ്സ് ഇൻസെയിൻ. ആരാണെങ്കിലും കുറേ നേരം ക്യൂരിയസ് ആയിട്ട് പോയിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ആ ഒരു പലതരം മീനുകൾ, അതിനകത്ത് ചെറിയ ഇൻവെർട്ടിബ്രേറ്റ് ചുമല ഷ്രിമ്പുകൾ, 3 elements of interest ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റൻ്റ്ലി മൂവിങ്. ഇതൊരു ലിവിങ് ബ്രീത്തിങ് എക്കോസിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്കോസിസ്റ്റം ദാറ്റ് യു ക്യാൻ കൺട്രോൾ. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് കീപ്പിംഗ് എ ഫിഷ് ടാങ്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടു. ഒരു തിരുവനന്തപുരത്തുള്ള ഒരു അപ്പാപ്പനെയാണ് അക്വേറിയത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഹി വാസ് ആക്ച്വലി കോളിംഗ് ഫിഷ് ടാങ്ക്സ് എക്കോറിയംസ് ഇൻസ്റ്റെഡ് ഓഫ് അക്വേറിയംസ്. അപ്പം എക്കോ എന്ന് പറയുമ്പോൾ ഇതൊരു ലിറ്ററലി ഇതൊരു എക്കോസിസ്റ്റം ഇൻ എ ഗ്ലാസ് ബോക്സ് ആണ്. ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദാറ്റ് കോൺസെപ്റ്റ്. യു ഗെറ്റ് ടു കീപ്
keep that in your living room. How good is that? അപ്പം ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഒരു ഫിഷ് ടാങ്ക് മേടിക്കാൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാ പരിപാടി സെറ്റപ്പുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിക്കുന്നതാണ് കേട്ടോ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒരു കമൻറ്റും ഒക്കെ ചെയ്തിട്ടേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടാങ്കിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടാങ്കിലേക്ക് കാണാൻ വേണ്ടി നമ്മൾ വളരെ താഴോട്ട് പോകണം. കാര്യം ഈ ടാങ്ക് ഞാൻ താഴെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ക്യാറ്റ് ഫിഷ് ടാങ്ക് കേട്ടോ. ഇതിനെ മേളിൽ സോഫ ഇരുന്നാൽ എനിക്ക് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ അടുത്ത് കാണിക്കുന്നുണ്ട് ഇതല്ല, അതൊരു രക്ഷയില്ല. അപ്പം ഇതിനകത്ത് ഓരോ സാധനങ്ങളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ചെടി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഇതാണ്, ബൾവൈറ്റിസ് ആണ്, ഗ്രോയിങ് ബ്യൂട്ടിഫുള്ളി. ഇതേലും ഒരു ചിഹീറോസിൻ്റെ B സീരീസ് ലൈറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പുറകിലൊരു ഹാങ് ആൻഡ് ബാക്ക് ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്പഞ്ച് ഫിൽറ്ററും ഉണ്ട്. ആൻഡ് ദിസ് ടാങ്ക് ഈസ് കമ്മിങ് അലോങ് ബ്യൂട്ടിഫുള്ളി. എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, അതാണ് ഈ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്തെ ഓരോ മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ നാനോ ടാങ്ക്. ഒരു 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ടാങ്കാണ് കേട്ടോ ഇത്. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ടാങ്ക് ദാറ്റ് വി കറൻ്റ്ലി ഹാവ്. അപ്പോൾ ഈ ടാങ്കിലെ ഡെതർ ഫിഷ് അഥവാ സ്കൂളിംഗ് ഫിഷിനെ നമുക്ക് ആദ്യമേ പരിചയപ്പെടാം. നമ്മൾ ഈ കാണുന്ന മീനാണ്. ഇറ്റ്സ് എ ലാം ചോപ്പ് റാസ്പോറ. അപ്പോൾ ചിലർക്കും കാണുമ്പോൾ ഇത് ഹാർലിക്കൻ ടെട്ര പോലെ തോന്നും, പക്ഷേ അല്ല. ഇതിൻ്റെ ആ ഷേപ്പും കളറും ഏകദേശം ആ പാറ്റേൺ വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ആ ഡിസൈൻ കണ്ടില്ലേ, അത് ലാമ്പ് കട്ട് ചെയ്ത പീസ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഐറ്റമാണ്, ഇറ്റ് ഈസ് ആൻ ഈൽ ടെയിൽ ക്യാറ്റ് ഫിഷ്. ഈൽ ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ഫാമിലിയിലെ റെൻടാൽ ക്യാറ്റ് ഫിഷാണ് ഐറ്റം. അപ്പോൾ ഒരു കുഞ്ഞു കാരി മുഷിയൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഇതിനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ടാങ്ക് ഒരു ക്യാറ്റ് ഫിഷ് ഓറിയൻറ്റഡ് ടാങ്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ടാങ്ക് ഫുൾ സെറ്റാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ ഇവന്മാർ വളരെ പീസ്ഫുൾ ഫിഷാണ്. ഇവന്മാരുടെ പീസ്ഫുൾ സ്വിമ്മിങ് പോലെ തന്നെ ഇവന്മാർ വേറൊരു മീനിനെ ഒന്നും ചെയ്യല, ഷ്രിമ്പിനെ പോലും കഴിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. ദാറ്റ് മേക്സ് ദിസ് എ റിയലി യുണീക്ക് ക്യാറ്റ് ഫിഷ് വിത്ത് എ കൂൾ ലുക്ക് ആൻഡ് സ്വിമ്മിങ് പാറ്റേൺ. പിന്നെ ഈ കാണുന്ന കക്ഷിയുണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് എ വെനസ്വേലൻ കോറിഡോറ. നമ്മൾ പിക്മി കോറിഡോറെ കണ്ടു, അതുപോലത്തെ വേറൊരു കോറിയാണിത്, വെനസ്വേലൻ കോറി. അപ്പം ഒബിയസ്ലി ദിസ് കംസ് ഫ്രം വെനസ്വേല, ആമസോൺ ബേസിനിലെ ഒരു മീനാണ്. അതിൻ്റെ ആ കളറാണ് ഇതിനെ യുണീക്ക് ആക്കുന്നത്. ആ ഒരു ബ്രോൺസിഷ് കളറും അതിൻ്റെ ആ സ്കെയിൽ പാറ്റേണൊക്കെ കണ്ടില്ലേ. ഇതും ഒരു ക്യാറ്റ് ഫിഷ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ലൊരു സ്കാവഞ്ചറാണ്. താഴെ കിടക്കുന്ന വേസ്റ്റൊക്കെ മണ്ണിനകത്തു നിന്നൊക്കെ പോയി കുഴിച്ചെടുത്ത് തിന്നോളും. പിന്നെ ഇപ്പം ഈ വരുന്ന കക്ഷിയെ കണ്ടോ, ഒരു ബ്രസിൽ തലയുള്ളത്, അതാണ് യഥാർത്ഥ ബ്രസിൽ നോസ്. അൽബൈനോ ഒന്നും അല്ല, ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറ്. അതിൻ്റെ ആ തലയിലെ ബ്രഷ് ഉണ്ടോ, അത് കാരണമാണ് അതിന് ബ്രസിൽ നോസ് പ്ലക്കോ എന്ന് പേര് കൊടുത്തേക്കുന്നത്. പുള്ളിയാണ് ഈ ടാങ്കിലെ മെയിൻ ഉണ്ടാവുക, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ടീം ഈ കക്ഷിയാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ടീമുണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് സയമീസ് ആൽഗേറ്റർ, അല്ലേ SAE എന്ന് പറയും. ആൽഗയൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നൊരു മീനാണിത്. ഇത് ചെറുതായിരിക്കുമ്പോൾ അവൻ ആൽഗയെ തന്നെ, കുറച്ച് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ ആൽഗയെ തിന്നാനുള്ളൊരു മോട്ടിവേഷനൊക്കെ ഇച്ചിരി കുറയുന്ന പോലെ കേട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞു, ആ ക്യാറ്റ് ഫിഷ് ഷ്രിമ്പുകളെ ഒന്നും തിന്നുകയില്ലാന്ന്. ഇത് നമ്മുടെ യെല്ലോ ചെറിയ ഷ്രിമ്പ് അതിനകത്തോടെ നടക്കുന്നു. അതിനകത്ത് ഇഷ്ടം പോലെ ഷ്രിമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 5 ടാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവസാനം ആ താഴെ കണ്ട ടാങ്കൊക്കെ ഇറ്റ്സ് വെരി സിമ്പിൾ. അതിനകത്തൊരു 2 പീസ് ഡ്രിഫ്റ്റ് വുഡ് ചെറിയൊരു ചുള്ളിക്കമ്പ് പോലത്തെ ഡ്രിഫ്റ്റ് വുഡാണ്. അതും കുറച്ച് സ്റ്റോണും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു പ്ലാന്റ് ഇട്ടായിരുന്നു, അതെങ്കിൽ ലഷായി ഗ്രോ ആയി നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഇറ്റ്സ് സംതിങ് എനിബഡി കൻ ഈസിലി ഡു. അപ്പം നിങ്ങൾ ഇന്നത്തെ ഈ നമ്മുടെ ഫിഷ് ടാങ്കുകളും എൻ്റെ യുണീക്ക് ഫിഷുകളും ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആ ഫിഷ് ടാങ്ക് മേടിക്കാൻ ആഗ്രഹിച്ചുള്ള പ്ലാൻ ചെയ്ത് കുറച്ച് കാലമായിട്ട് ഡിസിഷൻ പുഷ് ചെയ്ത് പോകുന്നവരാണ്. മേ ദിസ് ബി ദാറ്റ് മോട്ടിവേഷൻ ടു ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഡു ഇറ്റ്. പോയി മേടിക്ക്, എന്നിട്ട് സെറ്റാക്ക്.